അവർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമായും വളരെ അടുപ്പമുള്ളയാളാണ്. അവർ നേരിട്ടാണ് ഈ കാര്യത്തിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല, മകരനക്ഷത്രമാണ് ഹിന്ദു ഭവനങ്ങൾ തൂക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. ഇതിനെ ഒന്നും BJP നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന മത-സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തുകയും അതേ സമയത്ത് ഒരു ധ്രുവീകരണമുണ്ടാക്കി അതിനിടയിലൂടെ വോട്ട് തട്ടാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള പരീക്ഷണം കൂടി അവർ നടത്തുന്നുണ്ട്. പാലക്കാട്ട് നടന്നിട്ടുള്ളത് വാസ്തവത്തിൽ എന്താണോ BJP, വാസ്തവത്തിൽ എന്താണോ സംഘപരിവാർ, അതാണ് പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇക്കോസിസ്റ്റത്തിനകത്ത് വെറുപ്പും വിദ്വേഷവുമാണുള്ളത്. ആ വെറുപ്പും വിദ്വേഷവുമാണ് പാലക്കാട് നല്ലേപ്പള്ളിയിൽ കണ്ടത്. ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അതേ സമയത്ത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് മറുവശത്തു കൂടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. BJP നേതൃത്വം അറിഞ്ഞുകൊണ്ട് ആണെന്നാണ്. ഇപ്പോൾ അതിൽ അനിൽകുമാറും പിന്നെ ആരായിരുന്നു? അനിൽകുമാറും സുശാസനും BJPയുടെ ഭാരവാഹികളായിരുന്നു. അവരെങ്ങനെ തള്ളിപ്പറയാൻ സാധിക്കും? വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാറിൻ്റെ സംഘടനയല്ലേ. RSSൻ്റെ ഒരു പ്രചാരകൻ അതിൻ്റെ സംഘടനാ സെക്രട്ടറിയാണ്. ഈ നിമിഷം വരെ ഇവരാരും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ, സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമം ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യുവമോർച്ച ജില്ലാ നേതാക്കൾ മുഖേന BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ട ശ്രമം നടത്തിയിട്ടുണ്ട്. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്, സ്കൂളിലെ അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം BJPയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഉത്തരേന്ത്യയിലൊക്കെ നിരന്തരം ഇത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഒരു അജണ്ട സ്ഥാപിക്കലാണെന്നൊരു ആരോപണം കൂടിയാണ് BJPയുടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഇൻഹെറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വിദ്വേഷം ആ ഇക്കോസിസ്റ്റത്തിനകത്തുണ്ട്. അതാണ് പുറത്തേക്ക് വന്നത്. എത്ര വാരി പൊത്തി ഒളിച്ചാലും ഉള്ളിലുള്ള ക്രൈസ്തവ വിരുദ്ധത ഇവരുടെ പുറത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത പുറത്തേക്ക് വരികയാണ്. മറിച്ചുള്ള ക്രൈസ്തവ സ്നേഹത്തിൻ്റെ അഭിനയം, അതൊക്കെ വെറും അഭിനയം മാത്രമാണ്. യഥാർത്ഥ BJP എന്താണ്, BJPയുടെ നിലപാട് എന്താണെന്നുള്ളത് നല്ലേപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഈ BJPക്ക് പോലും പറയാൻ പറ്റാത്ത വർഗീയ നിലപാടുകൾ CPM പറയുകയും അതിനെ കേരളത്തിൽ ശരിവൽക്കരിക്കുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് CPM BJP ബാന്ധവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നതോടുകൂടി മനസ്സിലായല്ലോ. തൃശ്ശൂരിലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതുപോലെയുള്ള ചില വർഗീയ പരാമർശങ്ങൾ CPM നേതാക്കന്മാർ പറയുന്നു, അതിനെ ഇടതുപക്ഷം എൻഡോഴ്സ് ചെയ്യുന്നു. അത് BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുന്നു. കുറേ കാലമായി പാലക്കാട്ടെ പത്രപരസ്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇപ്പം വഖഫ് അമെൻമെൻറ്റ് ആക്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഒക്കെ CPM സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും കേരളത്തിൽ BJPക്ക് അനുകൂലമായ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ളതാണ്. അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പൂരം കലക്കിയതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിലിരിക്കുന്നവർ കൂടിയല്ലേ. സർക്കാരിലിരിക്കുന്നവരുണ്ട്, BJPക്ക് അനുകൂലമായിട്ട് സർക്കാരിലിരിക്കുന്നവർ എന്തുകൊണ്ട് ചിന്തിക്കണം? അപ്പോൾ അതിന് പുറകിലുണ്ടായിരുന്ന അജണ്ട എന്താണ്?